ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്നുള്ളത് 2500 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് ചെയ്ത ഒരു അടിപൊളി വീടിന് മുന്നിലാണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ വീട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാ. നമ്മൾ ഈ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിശാലത ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുന്നൊരു വീടാണെങ്കിലും ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് ഈ വീട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ ഈ വീട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ വീട്ടിലേക്ക് എൻ്റർ ചെയ്ത് നമ്മുടെ ഈ ഹാളിലേക്ക് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിലെ വൈറ്റ് ടൈലും ചുമരിലെ ലൈറ്റ് ഓഫ് വൈറ്റ് കളറിനും മാച്ച് ആയിട്ടുള്ള ഒരു ബീജ് കളറിലുള്ള ഒരു സോഫ സെറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ 5 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സോഫ സെറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഹാളിൽ തന്നെ ശരിക്ക് ഇവിടെ ഒരു മെറ്റൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ പാർട്ടീഷൻ ശരിക്ക് എന്താ പറയുക, അപ്പുറത്തേക്കുള്ള വ്യൂ ബ്ലോക്ക് ആവാത്ത രീതിയിലുള്ള ഒരു പാർട്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഹാളിൽ നമുക്കുള്ള ഒരു വ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഇതൊരു സാധാരണ കാണുന്നതിലുള്ള പാർട്ടീഷനെക്കാട്ടി ഒന്നും കൂടി ഒരു വ്യത്യസ്തത എനിക്ക് ഈ ഒരു മെറ്റൽ പാർട്ടീഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെ ശരിക്ക് പുറത്തേക്കുള്ള ഒരു വഴി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലാസ് ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ സീലിംഗ് ഹൈറ്റ് വരെ വരുന്ന ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വിത്ത് ഗ്ലാസ് ഡോറാണ് ചെയ്തത്. ഈ ഇങ്ങനെയുള്ള ഒരു വീടിൻ്റെ ശരിക്കുള്ള ഭംഗി വെച്ചാൽ നമ്മൾ സാധാരണ ചില വീടുകളിലൊക്കെ ചെറിയ ചെറിയ വിൻഡോസ് കൊടുക്കും. പക്ഷേ ഇന്നത്തെ മോഡേൺ വീടുകളിലൊക്കെ ഏറ്റവും ഭംഗി കിട്ടുകയെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഹൈറ്റ്, സീലിംഗ് ഹൈറ്റിന് ഒരേ ലെവലിലുള്ള വിൻഡോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ കാണാൻ ഒന്നും കൂടി രസമായിരിക്കും. അതുപോലത്തെ ഉള്ളൊരു സാധനമാണ് ഈ വീട്ടിൽ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിൽ ഈ സൈഡിൽ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി റോസ് ഗോൾഡ് ടാപ്പും അതുപോലെ ഒരു ഗോൾഡൻ കളർ വാഷ് ബേസിനും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു മിററും ഗോൾഡൻ കളർ ബോർഡറുള്ള ഒരു മിററും അതുപോലെ ബാക്കിൽ ലൂവേഴ്സ് കൊണ്ടുള്ള ഒരു പാനലും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ വീട്ടിൽ ഏറ്റവും വരുമ്പോൾ നമുക്കൊരു വിശാലതയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ആ വിശാലത ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ വൈറ്റ് കളർ ടൈൽസാണ്, 6x4 വൈറ്റ് കളർ ടൈൽസാണ് ഈ വീട്ടിൽ മൊത്തമായിട്ടുള്ളത്. വൈറ്റ് നമുക്കറിയാം, പ്രത്യേകിച്ച് വൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിനുള്ളിൽ മൊത്തത്തിലൊരു വെളിച്ചമാണ് കാരണം. അപ്പോൾ ഞാൻ ഈ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ഒരു കളറിലേക്കും പോകാതെ വൈറ്റ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ വീട് എപ്പോഴും നല്ല വാസ്റ്റായിട്ട് ഫീൽ ചെയ്യും, വിശാലമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നോർമലി ബ്ലാക്ക് എപ്പോക്സികൾ ഇതുപോലത്തെ വൈറ്റ് ടൈൽസിന് ഉണ്ടാക്കാട്ടി നന്നാവും. ഇതുപോലത്തെ ഗ്ലാസ് എപ്പോക്സികൾ അതേപോലെ സെയിം കളർ, ടൈലിൻ്റെ സെയിം കളർ, ഇവിടെ വൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ വൈറ്റ് എപ്പോക്സികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് എപ്പോക്സി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടൈൽസുകൾക്ക് ഒന്നും കൂടി രസം ഉണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹാളിൽ തന്നെ ഇവിടെ നല്ലൊരു ചെറിയൊരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കോട്ടയാട് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. നമ്മളൊരു ഊഞ്ഞാലിലൊന്ന് ഇരുന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ഊഞ്ഞാലെ എങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴേ സത്യത്തിൽ ഇവിടെ ഒരു ബേവിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തത്തെ വ്യൂ വളരെ കറക്റ്റായിട്ട് കിട്ടും. ആ വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കാറ്റും കിട്ടും. ശരിക്കും നമ്മൾ ബേവിൻ്റെ എന്തിനാണ് ഉപയോഗിക്കണേ? നമുക്ക് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേവിൻ്റെയിലും ഇരിക്കാം, ഈ ഊഞ്ഞാലിലും ഇരിക്കാം. ഈ ഊഞ്ഞാലിലും ബേവിൻ്റെയിലും ഇരുന്നിട്ട് നമുക്ക് തമാശ പറഞ്ഞ് വീട്ടുകാർക്ക് തമാശ പറഞ്ഞിരിക്കാനും കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനും പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. ചെറിയൊരു ഏരിയ ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും രസമുള്ള ഏരിയ, ഈ വീട്ടുകാർ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബേവിൻ്റെ ഇരുന്നിട്ട് കളിച്ചു തിരിക്കാം, അതുപോലെ നമ്മുടെ ഊഞ്ഞാലിരുന്നിട്ടും കളിച്ചു തിരിക്കാം. മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ശരിക്കും നല്ല സൂര്യപ്രകാശം താഴോട്ട് വരുന്നുണ്ട്. മേലെ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് മുകളിൽ നിന്നുള്ള കറക്റ്റ് വെളിച്ചം താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പുറത്തിരുന്നിട്ട് നമ്മൾ ഊഞ്ഞാലിടുന്നൊരു ഫീൽ ചെയ്യും. എന്നാൽ വീടിൻ്റെ ഉള്ളിലാണേലും അപ്പോൾ ആ ഒരു ഫീല് സത്യത്തിൽ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലിരുന്ന് ആടുമ്പോൾ നമുക്ക് കിട്ടും. ഒരു അടിപൊളി കൺസെപ്റ്റ് അല്ലേ അത്? പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഈ വീട്ടിലെ കുറേ ഷോ പീസുകളാണ്. ഇതിൻ്റെ കളർ തീമിനനുസരിച്ച് അടിപൊളി വേറെ ചെറിയൊരു ഷോ പീസ് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷോ കേസ് ഇവിടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ശരിക്കും നല്ലൊരു റിച്ച് ഫീൽ ഈ ഒരു വീടിന് കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ 2 ബെഡ്റൂമുകൾ താഴെയും 2 ബെഡ്റൂമുകൾ മുകളിലുള്ളത്. നമുക്ക് നോക്കാം താഴത്തെ 2 ബെഡ്റൂമുകൾ എന്താണ് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഈ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ സാധാരണ ലിവിംഗ് റൂം ഉണ്ട്. പക്ഷേ ഒന്നും കൂടി ഈ വീട്ടിൽ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കോണിയുടെ അടിഭാഗത്ത് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സോഫ സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരും വർത്തമാനം പറഞ്ഞിരിക്കാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയി നോക്കാം എന്താണ് ഈ ബെഡ്റൂമിൻ്റെ അവസ്ഥ എന്നുള്ളത്.
ഈ വീട്ടിലെ താഴത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഒരു അടിപൊളി ബെഡ്റൂമാണിത്. വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അടിപൊളി ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ കളർ പാറ്റേൺ അനുസരിച്ചുള്ള ഒരു ഗ്രേ കളർ തീമാണ് ഇതിലേക്ക് കൊടുത്തത്. അതുപോലെ ഇവിടുത്തെ കബോർഡ് കാര്യങ്ങൾ, പിന്നെ ബാക്ക് വാൾ, കട്ടിൻ്റെ ബാക്കിലുള്ള ബാക്ക് വാൾ എല്ലാം ഗ്രേ തീമിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കളറിന് മാച്ച് ചെയ്തിട്ടുള്ള കേട്ടൻസ്, ക്രീം കളറുള്ള കേട്ടൻസും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഗ്രേയും അതുപോലെ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും കോമ്പിനേഷൻ വിത്ത് തേക്ക് എഫക്റ്റ്, നമ്മുടെ മൊത്തത്തിലുള്ള തേക്കിൻ്റെ എഫക്റ്റ് ഈ റൂമിലേക്കും അവർ കൊടുത്തിട്ടുണ്ട്. അടിപൊളി കളർ സെലക്ഷനാണ് എന്തായാലും ഈ ഒരു ആർക്കിടെക്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും അതുപോലെ തേക്കുമാണ് നമ്മളിവിടെ ഡിസൈനിൽ ഇവിടെയും വന്നിട്ടുള്ളത്. ഇവിടെ ഈ സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ നമ്മളെ ബാത്റൂം ഉണ്ട്. ബാത്റൂമിലെ സിംഗിൾ കളർ കോമ്പിനേഷനുള്ള ടൈലാണ് നമ്മൾ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സൊമാനിയുടെ ടൈലാണ് ഈ ബാത്റൂമുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറയുടെ ക്ലോസറ്റ്, അതുപോലെ സെറയുടെ ബേസിനുമാണ് ഈ വീട്ടിൽ ഈ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഇവിടെ മൂലയിലൊരു തോക്ക് കണ്ടത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞത് മോൻ്റെ, ഇവർക്ക് ചെറിയൊരു മോനുണ്ട്, അപ്പോൾ ഒരു കളിത്തോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. കളിത്തോക്ക് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. കുട്ടികളോരോ കാര്യങ്ങളെ. നമ്മളെ വീട്ടിലെ അടിയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെ, പക്ഷേ കളർ കോമ്പിനേഷൻ നമ്മുടെ ക്രീമിനോട് കൂടെ ഒന്നും കൂടി ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ ഗ്രേന് പകരം ഇവിടെ ഒരു ബ്ലൂ കൂടി മിക്സ് ഉള്ള ഒരു കളറാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സെയിം തേക്കിൻ്റെ ഡിസൈന് ലൈറ്റ് കളർ കോമ്പിനേഷൻ ഇവിടെയും വന്നിട്ടുണ്ട് വിത്ത് തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, കബോർഡുകൾ വരുന്നതും ഗ്രേ ഡിസൈനിലാണ്, ലൈറ്റ് ഗ്രേ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ കളർ ചോയ്സ് നമ്മളപ്പോൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഡൈനിങ് ഹാള്, അതുപോലെ ലിവിങ് റൂം, അതുപോലെ ബെഡ്റൂം, എല്ലാ കളർ കോമ്പിനേഷൻസും ഭയങ്കര സെറ്റാണ്. നല്ല അടിപൊളി കോമ്പിയാണ്. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ, ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ട് ചെയ്തിട്ട് പോലും ഈ വീടിൻ്റെ ഒരു ഭംഗി കൂട്ടാനുള്ള ഒരു മെയിൻ ഘടകം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഒരു സംശയമില്ല. ഇവിടെയൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കേർട്ടൻസും ഈ ഇതിലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് പറഞ്ഞില്ല, കളർ കോമ്പി സെറ്റാണ്. സാധാരണ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഈ ഒരു ഹാളിലേക്കുള്ള ഭംഗി കൂട്ടുന്നതിന് വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ചാടി ചാടി കയറാൻ പറ്റിയ സ്റ്റെപ്പാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. നല്ല തേക്ക് ഡിസൈന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ആണ് നമ്മളെ ഇവിടുത്തെ ഹാൻഡ് റെയിലൊക്കെ വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മുകളിൽ നേരെ നമുക്ക് നോക്കിയാൽ നേരെ താഴോട്ട് കാണാം. താഴോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിവിങ് റൂമും അതുപോലെ നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ ഇവിടെ നിന്ന് കാണാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ തൊട്ടടുത്താണ്, നമുക്ക് തൊട്ടില്ല എന്നുള്ള രീതിയിലുണ്ട്. അവിടെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഡബിൾ ഹൈറ്റ് ആണ്. ഈ ഡബിൾ ഹൈറ്റ് തന്നെ ഇവിടെ നല്ലൊരു അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളാണ്, പക്ഷേ ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആണത്. മുകളിലത്തെ ഫസ്റ്റത്തെ ബെഡ്റൂം സത്യത്തിൽ താഴത്തെ 2 ബെഡ്റൂമെ അപേക്ഷിച്ച് അടിപൊളിയായിട്ടൊരു ചേഞ്ച് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഫുള്ള് ഗ്രേ കളർ ആൻഡ് ലൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷനിലായിരുന്നു. പക്ഷേ ഈ ഒരു ബെഡ്റൂം മൊത്തം ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് പ്ലസ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ്. ലൈറ്റ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ച് കളറിലേക്കാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ആംബിയൻസ് ഉണ്ട് കേട്ടോ ഈ റൂമിലേക്ക് വരുമ്പോൾ. സത്യത്തിൽ ഇവിടുത്തെ പെയിൻറ്റും അതുപോലെ ഇവിടുത്തെ കോട്ട്, അതിൻ്റെ കോട്ടിൻ്റെ ബാക്ക് സൈഡ്, ഇവിടുത്തെ ബെഡ്ഷീറ്റ്, പില്ലോ എല്ലാം ഒരു ഓഫ് വൈറ്റ് തീമിലേക്ക് വന്നതുകൊണ്ട്, പ്ലസ് ഈ കബോർഡ് വരെ ഈ ഒരു ഓഫ് വൈറ്റ് തീമിലേക്ക് വന്നതുകൊണ്ട് ഒരു വൈറ്റിഷ് ഫീൽ വരുന്നുണ്ട്. ഇന്ന് ഓഫ് വൈറ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും ഒരു അടിപൊളി റിച്ച് ഫീൽ ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഉണ്ട്. ഈ വീട്ടിലെ മുകളിലത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ബെഡ്റൂമും ശരിക്കും മറ്റുള്ള ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം സൈസ് തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ഇൻറ്റീരിയർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലേക്കാണ്. ലൈറ്റ് ഗ്രീൻ വിത്ത് തേക്കിൻ്റെ ഡിസൈൻ ഇവിടെയും വന്നിട്ടുള്ളത്. തേക്ക് വിത്ത് ലൈറ്റ് ഗ്രീൻ ഡിസൈന്, അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു കേർട്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കേർട്ടനും ഈ ബെഡ്റൂമിൻ്റെ മറ്റുള്ള ഡിസൈനും കൂടി നല്ലൊരു മാച്ചിങ് ഇവിടെ ഈ റൂമിൽ വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കട്ടിൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ കളർ അതിലേക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാക്കിലെ തീമും അതുപോലെ കേർട്ടൻ്റെ തീമും പെയിൻറ്റും കൂടി നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു ബെഡ്റൂമിന് ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമിനും ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് കാറ്റുണ്ടാവില്ല, കാറ്റ് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ചെറിയൊരു ബാൽക്കണി. പക്ഷേ രാത്രി അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പുറത്തത്തെ സൗന്ദര്യം ആസ്വദിച്ചെടുക്കാനും പുറത്തെ കാറ്റ് കൊണ്ടിരിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ശരിക്കും ഈ ഒരു എഞ്ചിനീയർ ഒരു സംഭവം കേട്ടോ. കിളിവാതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കിളിവാതിൽ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ നിങ്ങളുടെ കമന്റ് ഒന്നിടണം. സത്യത്തില് ഈ കിളിവാതിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ വീട്ടിലെ കിച്ചണിലാണ്. കിച്ചണിന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഈ ഒരു കിളിവാതിൽ പോകുന്നത്. ഈ ഒരു കിളിവാതിലിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഡൈനിങ് ഹാളിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചൺ പറയാൻ കഴിയും, പെട്ടെന്ന് സാധനം വേണമെന്നുള്ളത്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ്ഡ് ഫീൽ ഈ കിച്ചണും അതുപോലെ ഡൈനിങ് ഹാളും കൂടിയുള്ള ഒരു ക്ലോസ്ഡ് ഫീൽ ഉണ്ടാവില്ല. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്.
സിമ്പിളാണ്, പക്ഷെ അടിപൊളിയായിട്ട് ഈ വീട്ടിലത് ചെയ്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആണ്, ഉറപ്പാണ് അത്. ഇപ്പം ഞാൻ ഇരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഞാൻ ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഈ വീട്ടിലെ കിച്ചണിലെ ഒരു ഫോൾഡബിൾ ടേബിളിൻ്റെ ചുറ്റുമാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. രണ്ടടിപൊളി ബാർച്ചെയർ വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടുകാർക്കും അതുപോലെ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഏരിയ. പക്ഷേ ഇതിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഫോൾഡബിൾ ആണ്. ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പേസ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നില്ല. കിച്ചൺ നല്ല സ്പേഷ്യസ് ആണ്, പക്ഷേ ഈ ടേബിൾ ഫോൾഡ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ സ്പേസ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി കൺസെപ്റ്റാണ്. നമ്മളെല്ലാവരുടെയും വീട് വെക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അടിപൊളിയാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. കിച്ചണിൽ വെക്കുമ്പോൾ ടേബിളുകൾ വെക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ഫോൾഡബിൾ ആണെന്നുണ്ടെങ്കിൽ വളരെ നന്നാവും. കിച്ചൺ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വൈറ്റ് കളർ ടൈല് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് റൂമിൽ നിന്നൊക്കെ നേരെ ഇങ്ങോട്ട് പോകുന്ന ഒരേ പാറ്റേൺ ആണ് ഈ വീട്ടിൽ എല്ലായിടത്തും ഒരേ വൈറ്റ് 6x4 ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഈ ടൈലിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ കിച്ചണിലെത്തുമ്പോൾ ഒന്നും കൂടി ഭംഗി കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ കളർ തീമുകളും അതുപോലെ ലൈറ്റിൻ്റെ ഫീലൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആക്കി കൊടുത്തുകൊണ്ട് ഈ വൈറ്റിൻ്റെ അട്രാക്ഷൻ ഒരു രക്ഷയില്ല. പൊളിച്ച ആംബിയൻസ് ആണ് ഈ കിച്ചണിലേക്ക് വരുന്നത്. ഈ ആംബിയൻസ് കൂട്ടാനുള്ള വേറൊരു കാരണം എന്താ വെച്ചാൽ ഈ വൈറ്റ് കളറിന് അനുയോജ്യമായിട്ടുള്ള കളർ തീമിനാണ് ഇവിടുത്തെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത്. കബോർഡുകൾ, പിന്നെ കിച്ചൺ കബോർഡുകൾ മൊത്തം, അതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ എല്ലാം ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റിന് അനുയോജ്യമായ ഒരു ലൈറ്റ് ഗ്രീൻ അക്കോ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ വാൾട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് 1600-800 പിന്നെ വൈറ്റ് ടൈലാണ് ഇവിടെ ചുമരിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ടാവും, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ വേറെ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് കിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കൂടെ നമ്മുടെ അടിപൊളിയുള്ള കിച്ചൺ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈറ്റ് കിച്ചൺ ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കോമ്പിനേഷൻ മൊത്തം വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വൈറ്റ് കിച്ചൺ ടോപ്പിൻ്റെ അടിപൊളി 15 ചെയ്തിട്ടുണ്ട്, അത് ഡബിൾ അടിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഗ്ലാസ് ടോപ്പ് നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചിമ്മിനി വെച്ചിട്ടുണ്ട്, കോൺടൻറ്റ് ചിമ്മിനി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറെ പ്രത്യേകത നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ നമ്മുടെ ഇതാണ് നമ്മുടെ സിങ്ക്. രക്ഷയില്ലാത്ത സിങ്ക് നമുക്കറിയില്ല, അടിപൊളി സിങ്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ലൈറ്റൊക്കെ കത്തുന്ന അടിപൊളി സിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ അടിപൊളി ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചില സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട്, വിത്ത് ഗ്ലാസ് വെച്ചിട്ടുള്ള പുറത്തൊക്കെ കാണാൻ പറ്റുന്ന. എനിക്ക് തോന്നുന്നു ലിവിംഗ് റൂം കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും രസമുള്ള സ്ഥലം എന്ന് വെച്ചാൽ കിച്ചണാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടുടമസ്ഥയോട് ചോദിച്ചു കിച്ചണിൽ എത്ര ഭംഗി ചെയ്യാൻ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമ്മൾ കിച്ചണിലാണല്ലോ കൂടുതൽ സമയം ചിലവായി. ഇപ്പോൾ കിച്ചൺ അങ്ങനെ വളരെ ആംബിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടുന്ന പറഞ്ഞത്. അതാണ് കിച്ചണിൻ്റെ ഒരു ഇത്ര അടിപൊളി ക്യൂട്ടായി ചെയ്യാൻ പറ്റിയതെന്നാണ് ഈ വീട്ടുകാർ പറഞ്ഞത്. എന്തായാലും ഈ കിച്ചൺ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നത് ഉറപ്പാണ്. കിളിവാതിന് പോലെ തന്നെയാണ് ഈ കിച്ചണിലേക്കുള്ള വാതിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മളെല്ലാ കിച്ചൺ ഡോറുകളും ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള പിന്നെ ഡോറുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഡോറുകൾ ഫുള്ള് വിസിബിളാണ്. ഗ്ലാസ് ഡോറുകളാണ്, വിത്ത് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലേക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും ഒക്കെ കഴിയും. പക്ഷേ ശരിക്കും എനിക്ക് തോന്നുന്നു കിളിവാതിൽ പോലെ തന്നെ ഒരു വീടിൻ്റെ കിച്ചൻ്റെ ഡോർ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സൗകര്യമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യം ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നാവും. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഡബിൾ ഹൈറ്റാണ്. ഈ ഡബിൾ ഹൈറ്റിൽ ഒരുപാട് ലൈറ്റുകളുണ്ട്, ചെറിയ സ്പോട്ട് ലൈറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ വേറെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീടിൻ്റെ ചുമരിൽ ഫുള്ള് ഒരുപാട് ഷോ പീസുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഷോ പീസുകളൊക്കെയാണ് ഈ ഓരോ ഭംഗി കൂട്ടുന്നൊരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈറ്റ് ഫ്ലോർ ടൈലും അതുപോലെ ഈ ലൈറ്റ് കളർ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളർ ചുമരിന് കൊടുത്തു. അതുപോലെ തന്നെ ഇൻറ്റീരിയർ തീം മൊത്തം ഒരു തേക്ക് ഡിസൈനിലേക്ക് കൊടുത്തു. തേക്ക് കബോർഡ്സ്, അതുപോലെ ലൂവേഴ്സ്, സീലിങ്ങിലുള്ള ഡിസൈൻ വർക്കുകൾ, വെനീർ വർക്കുകൾ മൊത്തം ഇത് ഒരു തേക്ക് വർക്കിലേക്ക് കൊടുത്തു, തേക്ക് ഡിസൈനിലേക്ക് കൊടുത്തു. ഈ തേക്ക് നമുക്ക് എപ്പോഴും അറിയാം, ഒരു വൈറ്റും തേക്ക് കളറും ശരിക്കും നല്ല കോമ്പിനേഷനുള്ള ഒരു കളേഴ്സാണ്. നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല വ്യത്യസ്തമാർന്ന കളറിലേക്ക് പോകാതെ എന്നും ഔട്ടാവാത്ത ഒരു കാലത്തും ഔട്ടാവാത്ത ഒരു ഡിസൈനാണ് ശരിക്കും ഡിസൈൻ പാറ്റേൺ ആണ് നമ്മുടെ വൈറ്റ് ആൻഡ് തേക്ക് കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷൻ ഈ വീട്ടിൽ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വീടിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മളുള്ളതെന്ന് കുറ്റിപ്പാലയിൽ നമ്മുടെ കുറ്റിപ്പാല ചെട്ടിയാങ്കിണറിൽ നമ്മുടെ അലി ഫൗസിയ ദമ്പതികളുടെ വീട്ടിലാണ്. നമ്മുടെ അലിക്കാക്ക പുറത്താണ്,
അദ്ദേഹത്തിൻ്റെ വൈഫ് ഫൗസിയ ഉണ്ട്, അതുപോലെ മകനും നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ഫൗസിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്തൊക്കെയാണ് ഈ വീട്ടിൻ്റെ വിശേഷങ്ങൾ. ഫൗസിയ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ ഒരു സന്തോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലോ അല്ലേ? ഒരു നല്ലൊരു വീട്, അത് നമ്മളെ മനസ്സിന് വിചാരിച്ച രീതിയിൽ വരാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം. എനിക്കൊരു ചോദ്യം, ഞാൻ ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ചോദിക്കാനുള്ള വെച്ച് വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആണേനും എന്നാൽ ഭയങ്കര വലിയ പണികളൊന്നും എടുത്തില്ല. എൻ്റെ ഉപ്പൊക്കെ എപ്പോഴും പറയും പണി മുക്കാ ചൊറുക്കുന്നു, ആ രീതിയിലാണ് ഈ വീടിൻ്റെ ചെയ്തത്. സത്യത്തിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര സെറ്റാണ്. ആരാണ്, നിങ്ങൾ തന്നെയാണോ ഇതിൻ്റെ സെലക്ഷൻ്റെ ഒക്കെ പിന്നിൽ? ഭാഗം ഞങ്ങൾ തന്നെയാണ്. പിന്നെ മോളുണ്ടായിരുന്നു, പിന്നെ എനിക്കൊക്കെ പുറത്തായതുകൊണ്ട് ഞാൻ മോള് ബാംഗ്ലൂരായിരുന്നു പഠിച്ചിരുന്നത്. അതുപോലെ മോളും അവളും ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇതല്ലേ, എല്ലാം അറിയാലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു 80% ഇതിൻ്റെ ഈ സെലക്ഷൻ്റെ പിന്നില്. സത്യത്തിൽ ഞാൻ ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ മെട്രോയിൽ നിങ്ങൾ എത്തിയത് എങ്ങനെയാണ്? നമ്മള് ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയതാണ്. നമ്മള് തിരൂര്, കോട്ടക്കല്, വളാഞ്ചേരി എല്ലാ ഭാഗത്തും നമ്മള് പോയതാണ്. നമുക്കൊന്നും കൂടിയൊക്കെ നല്ലത് ആയിട്ട് തോന്നിയത് അവിടെ തന്നെയാണ്. പ്രൈസ് കൊണ്ടായാലും എല്ലാ കാര്യം കൊണ്ടായാലും നമുക്ക് തോന്നിയത് അവിടെ തന്നെയായിരുന്നു. അതായത് നമ്മളെ മെട്രോ തന്നെയാണ് നിങ്ങൾക്ക് നല്ല ഫീൽ ആയത്. ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തത് മുക്കാൽ ഭാഗം നമ്മൾ അവിടെ തന്നെയാണ്. ഇലക്ട്രോണിക് സാധനങ്ങള്, ഫാന്, ഓരോ കാര്യങ്ങളും, അതായത് സാനിറ്ററി ഐറ്റംസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മെട്രോയുടെ സർവീസിനെ കുറിച്ച് നമ്മുടെ സ്റ്റാഫും ബാക്കി കാര്യങ്ങളും ഇങ്ങനെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ എന്താ പറയുക? അപ്പോൾ നിങ്ങൾ ഇനിയൊരു കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെട്രോ റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ 100% ഡബിൾ ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് ശരിക്കും നമ്മുടെ ബിസിനസ്, വേറെ ഒന്നുമല്ല. നമുക്കൊരു കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് ഏറ്റവും ശരിക്കും വരുന്നത്. അവർ ഹാപ്പിയായി. കാരണം നമ്മളൊക്കെ വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ സാധനം കൊടുക്കും. പക്ഷേ ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുള്ളൂ. ആ ഒരു സമയത്ത് അവർക്ക് 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ആ കസ്റ്റമറും ആ കസ്റ്റമറോട് ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ കസ്റ്റമറായി തീരും. അതാണ് ഈ നമ്മുടെ ഫൗസിയ മാഡം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നത്.